നന്ദന കുട്ടിയെ കണ്ട സ്ഥലത്തുള്ള സ്കൂളുകളിൽ അന്വേഷണം നടത്തിയെന്ന് ഹരിപ്രസാദ് നന്ദനയോട് പറയുന്നു. പതിവ് ശൈലിയിൽ തങ്കപ്പനാശാരി സുമിത്രയുടെ വീട്ടിലെത്തുന്നു. അനിലയുടെ മോൻ ലക്ഷ്മണനെ സുമിത്രയ്ക്ക് ഇതുവരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെന്ന് തങ്കപ്പനാശാരി. ഗായത്രിയെയും കുട്ടിയെയും പറ്റി ഉദയനോട് സംസാരിക്കുന്ന നന്ദന. ഉദയനെ വിളിക്കുന്ന കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമവുമായി ഹരി. മീനത്തേലിന്റെ വീട്ടിലെ കുട്ടിയാണെന്നുള്ള വിവരമറിഞ്ഞ ഹരി അവിടെ എത്തുന്നു. ഇനി തുടർന്ന് കാണുക. മറ്റാരുമില്ല ഇവിടെ. ഇതെന്തൊരു കൂത്ത്! നിങ്ങൾ വീട് കാണാൻ വന്നതാണോ, അതല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വന്നതാണോ, അതല്ല മറ്റു ചില ആളുകളെ അന്വേഷിച്ച് വന്നതാണോ? മോളുട്ടി, ഇന്ന് ഡാൻസ് പഠിത്തം നേരത്തെ കഴിഞ്ഞോ മോളുട്ടിയെ? അത് അങ്ങേർക്ക് തന്നെ അറിയില്ല. ഒരങ്കിൾ. എന്താ മോളുടെ പേര്? ഓ, നൈസ് നെയിം. സ്കൂളിലെ പേരെന്താന്ന് പറയൂ? സ്കൂളിലെ പേര് ശിവശങ്കര. മോളുട്ടി ഇങ്ങ് വന്നേ. അതൊക്കെ പൊയ്ക്കോട്ട്. അതെ, സാറ് ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. മോളെ കണ്ടിട്ട് പറയാന്ന് വിചാരിച്ചതാ. കാർത്തിയായനെ ഒരു പരസ്യത്തിൽ അഭിനയിപ്പിക്കണമെന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയാ. മോളുടെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? ഓ, അത് നേരത്തെ പറയണ്ട സാറേ. ഇങ്ങോട്ട് കേറിയിരിക്കും സാറേ. ഓ, സിനിമക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സിനിമയല്ല, ഒരു സ്ഥാപനത്തിന്റെ പരസ്യത്തിന് വേണ്ടിയാ. അത് സിനിമ തന്നെയല്ലേ. സാർ ഇങ്ങോട്ട് കേറി ഇരുന്നാട്ടെ. വാ വാ സാറേ, വാ. സാർ അവിടെ തന്നെ നിക്കാണോ? ഇങ്ങോട്ട് വാ സാറേ. ഇരിക്കും സാറേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എനിക്ക് സിനിമ എന്ന് വെച്ച ജീവനാ. ഇങ്ങോട്ട് വാ. പുലിമുരുകനെ ഞാൻ 2 പ്രാവശ്യം കണ്ട്. അല്ല, മോളുട്ടിയുടെ സിനിമയ്ക്ക് എത്ര ദിവസം ഷൂട്ടിംഗ് കാണും? ഷൂട്ടിങ് പറയാം. കാർത്തിയായനയുടെ അച്ഛനാമ്മയൊന്ന് കണ്ടാ നന്നായിരുന്നു. ഓ, വിളിക്കാലോ. മോളെ ഗോപിക, ഗോപിക. ഗോപിക കുളിക്കായിരുന്നു. ഗോപിക ഒന്ന് വന്നേ. നമ്മുടെ മോളൂട്ടിയെ സിനിമയിൽ എടുക്കാൻ വന്ന സാറാ. നമസ്കാരം, എന്റെ പേര് ഹരിപ്രസാദ്. ശരിക്കും സിനിമയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ആഡാ, പരസ്യചിത്രം. ഇവിടുത്തെ കുട്ടിയുടെ കാര്യം ആരാ പറഞ്ഞത്? അത് ഞാൻ സ്കൂളിൽ അന്വേഷിച്ചിരുന്നു. നല്ല ക്യൂട്ടായ കുട്ടികൾക്ക് വേണ്ടി കുറേയായി ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഡാൻസ് പഠിക്കുന്ന ഒരു മോൾ ഇവിടെ ഉണ്ടെന്ന് ആരോ പറഞ്ഞു. സാറിന് കട്ടൻ ചായ വേണോ കട്ടൻ കാപ്പി വേണോ? എന്താ വേണ്ടത്? ഒന്നും വേണ്ട. എന്നാ കട്ടൻ കാപ്പി തന്നെ കൊണ്ടുവരാം. ഗോപിക എന്ന പേരൊന്നും മനസ്സിലായി. കാർത്തിയായനയുടെ അച്ഛൻ ഇവിടെ ഇല്ല. ജോലി സ്ഥലത്താണോ അതോ? അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയണമല്ലോ. 2 ദിവസത്തെ വർക്കേ ഉണ്ടാവും. ആഡ് ഫിലിം അല്ലേ? ഒരു ടെക്സ്റ്റൈൽസിന് പരസ്യ. തൃശ്ശൂർ തന്നെയാ, കേട്ടിട്ടുണ്ടാവും. കുന്നത്തൂർ ടെക്സ്റ്റൈൽസ്. കുട്ടിയെ തനിച്ച് വിടണ്ട. ഷൂട്ടിങ്ങിന് മോളുടെ കൂടെ നിങ്ങൾക്കും വരാം. കാർത്തിയായനിക്ക് സ്കൂളിൽ പോണം. ഇപ്പോ മറ്റു കാര്യങ്ങൾക്കൊന്നും മോളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രതിഫലത്തിന്റെ കാര്യം കൂടി കേട്ടിട്ട് നിങ്ങള് മറ്റാരെങ്കിലും നോക്കിക്കോളൂ. എന്റെ മോളെ അയക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ്. കുന്നത്തൂർ ടെക്സ്റ്റൈൽസ് എന്നുള്ള പേര് കേട്ടതുകൊണ്ടാണ് ഈ തീരുമാനം. എനിക്ക് ഉദയവർമ്മയെ അറിയാം. ആ ഫാമിലിയെ കുറിച്ചും ചിലതൊക്കെ അറിയാം. അപ്പോ പരസ്യത്തിന്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞത് വെറുതെ ആണല്ലേ? മോളെയല്ല, എന്നെയാണ് സാറിന് കാണേണ്ടത്. അറിഞ്ഞ ചില കാര്യങ്ങൾക്കപ്പുറം കൂടുതൽ വിവരങ്ങൾ അറിയുകയാണ് ഉദ്ദേശം. അതെ. ആർക്കു വേണ്ടിയുള്ള അന്വേഷണമാ? പറയാം.
അതിനു മുമ്പ് എനിക്ക് ചില വിവരങ്ങൾ അറിയണം. കാർത്യായനി നിങ്ങളുടെ മോളാണോ? ആണെങ്കിൽ കുട്ടിയുടെ അച്ഛനാര്? ഞങ്ങള് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതാണോ? ഇനി അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ? ഇതൊക്കെ അറിയണോ അല്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടി ഇവിടെ വന്ന് താമസിക്കൊന്നുമല്ല ഞാൻ. ഒളിച്ചോടേണ്ട ആവശ്യം എനിക്കില്ല. എവിടെയും തുറന്നു പറയാനുള്ള കാര്യങ്ങളെ എനിക്കും കാർത്തിയാനിക്കും ഉള്ളൂ. പക്ഷേ സാറിനോട് എന്തെങ്കിലും വെളിപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ആവശ്യമില്ല. ഗോപിക വിചാരിക്കുന്ന പോലെ അല്ല. അതിന് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് സാറിന് എങ്ങനെ അറിയാം? കുന്നത്തൂരെ കുടുംബകാര്യങ്ങൾ പലതും അറിയാമെന്ന് സാറ് പറഞ്ഞു. ആ ഫാമിലിയുമായി സാറിന് എന്താണ് ബന്ധം? കുന്നത്തൂരെയാണോ സാറ്? ഇനി ആണെന്ന് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാ? പരസ്യ സിനിമയ്ക്ക് ആളിനെ അന്വേഷിച്ച് വന്നതാണെന്നല്ലേ ആദ്യം പറഞ്ഞത്? അപ്പൊ കുന്നത്തൂരുമായും അവിടുത്തെ ഉദയവർമ്മയുമായും നിങ്ങൾക്കെന്തോ ബന്ധമുണ്ട്? അല്ലെങ്കിൽ കാർത്തിയായനിക്ക് ബന്ധമുണ്ട്? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ അതിനെപ്പറ്റി നിങ്ങളോടൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചോദിക്കാനും അറിയാനും ഉത്തരവാദിത്തപ്പെട്ടവര് വരട്ടെ, അപ്പോ ആലോചിക്കാം. ഗോപിക, ദേ ഇവിടെ നിന്ന് സമയം കളയണമെന്നില്ല. അല്ല സാറേ, നാടൻ കാപ്പിക്കുരുവേ പൊടിച്ചുണ്ടാക്കിയ കട്ടനാ. നല്ല ചൂടുണ്ട്. ഊതി ഊതി കുടിച്ചാ മതി. സാറ് പോവാണോ? അയ്യടാ, ഛെ. എന്നിട്ട് ആളത് തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ, ഗോപിക എന്നാ പേര്. ആ കുട്ടിയെ ഞാൻ കണ്ടു. പ്രായമായ ഒരു അമ്മ കൂടി ആ വീട്ടിലുണ്ട്. ഗോപിക? അവരെന്താണ് പറയുന്നത്? ഒരകല വിട്ടാ സംസാരിക്കുന്നത്. ഓരോ വാക്കും ശ്രദ്ധിച്ചാ ഉപയോഗിക്കുന്നത്. ഉദയവർമ്മയുടെ ഫാമിലിയെ നേരിട്ട് റെപ്രസെന്റ് ചെയ്യുന്നവരോട് മാത്രം കാര്യങ്ങൾ വിശദീകരിച്ചാൽ മതിയല്ലോ എന്നൊരു നിലപാട്. ഞാൻ പോവാം. ഒരു തവണ കൂടി എന്റെ കൂടെ അവിടെ വരാൻ മടിയുണ്ടോ? എന്താ നന്ദന, ഞാൻ വരാം. ശരി, ഞാൻ വിളിക്കാം. സോമേട്ട, വണ്ടി ഒന്ന് നിർത്തിക്കേ. സുമിത്രേച്ചി, ഇങ്ങോട്ട് കയറിക്കേ ചേച്ചി. വേണ്ട. കേറിക്കോ സുമിത്രേ. വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളും ചേച്ചിയുടെ വീട്ടിലോട്ട് വരുവാ. ഒരുമിച്ച് വണ്ടിക്ക് അങ്ങ് പോവാം. ചേച്ചി വാ. നിങ്ങളുടെ വണ്ടി കണ്ടോണ്ടല്ല ഞാൻ കടയിൽ പോകാൻ ഇറങ്ങിയത്. നടന്നു പോയിക്കോളാം. ഇതെന്തൊരു സ്വഭാവ ചേച്ചി? ഞങ്ങൾ വെറുതെക്കാരല്ലോ. എന്റെ സ്വഭാവം ഇങ്ങനെയാ. സുമിത്രേച്ചി, ഞാൻ ഈ ഓട്ടോയിൽ കയറുമെന്ന് വിചാരിച്ചാണെങ്കിൽ വെറുതെ മെനക്കെടണ്ട. വണ്ടിയും കൊണ്ട് ഇവിടെ നിന്നോ. നമുക്ക് പോവാൻ ചേട്ടാ. കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ചേച്ചി, ഞങ്ങള് വീട്ടിൽ കാണും കേട്ടോ. മനീഷേ, മനീഷേ, മോനെ മനീഷേ. മോനെ മനീഷേ. ഇവിടെ ആരും ഇല്ലേ? ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലോ ചന്ദ്രിക്ക്. എന്നിട്ട് വിളിച്ചിട്ട് അനക്കൊന്നുമില്ലല്ലോ. ചിലപ്പോ പതിവ് പോലെ കിടന്ന് ഉറങ്ങായിരിക്കും. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. മനീഷേ, മനീഷേ, മനീഷേ. മതി ഏട്ടാ വിളിച്ചത്. കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇറങ്ങി വന്നേനെ. ആ,
മനീഷ് ഇവിടെ ഇല്ലേ സുമിത്രേച്ചി? ഞങ്ങൾ കൊറേ വിളിച്ചു. മനീഷേ, മനീഷേ, കഥവ് തുറന്നേ. മനീഷേ, മനീഷേ, നിനക്കെന്താ ചെവി കേട്ടൂടെ? വിരുന്നുകാര് വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു. ചെല്ലങ്ങോട്ട്. ഞങ്ങൾ ഈ വിളിച്ചൊന്നും മനീഷ് കേട്ടില്ലേ? ഞാൻ കുളിക്കായിരുന്നു. പാന്റ് ഷർട്ട് ഇട്ടിട്ടാണോ കുളിക്കുന്നേ? പുതിയ ഫാഷൻ ആയിരിക്കും ചന്ദ്രികെ. ഓ, അല്ല സുമിത്രേച്ചി എവിടെ പോന്നു? നിക്ക് പറയട്ടെ, ചേച്ചിയും കൂടെ കേൾക്കേണ്ട കാര്യമാ. പുതുതായി എന്തെങ്കിലും പറയാനുണ്ടോ? പഴയ കാര്യങ്ങൾ തീരുമാനമാകാത്തത് കൊണ്ടാ അത് തന്നെ വീണ്ടും പറയേണ്ടി വരുന്നത്. പഞ്ചായത്ത് കമ്മിറ്റിയിലും വനിതാ കമ്മീഷനിലും പരാതിയോ കേസോ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഞാൻ കരുതി നിങ്ങൾ ഇനി പോലീസുകാരെയും കൊണ്ടായിരിക്കും വരുന്നതെന്ന്. നമ്മളെ കളിയാക്കുന്ന കേട്ട ചന്ദ്രികെ. മനസ്സിലായി ചേട്ടാ, കളിയാക്കണ്ട ചേച്ചി. പോലീസുകാരെയും കൊണ്ട് വരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അവര് തനിയെ വന്നോളും. പരാതി കൊടുത്താൽ മാത്രം മതി. എന്നും ഇങ്ങനെ ഭീഷണിപ്പെടുത്താതെ പരാതി കൊടുക്കാത്ത എന്താ? അപ്പൊ നിങ്ങൾക്കറിയാം കേസ് കൊടുത്താ നിങ്ങളുടെ മോളെയും പോലീസ് തിരക്കുമെന്ന്. ആ പേടി ഞങ്ങൾക്കില്ല. ലൈലെ അന്വേഷിച്ച് ഒരു പോലീസും ഞങ്ങളുടെ വീട്ടിൽ വരില്ല. അവള് വെള്ളപ്പേപ്പറിൽ പരാതി എഴുതിയിട്ട് കൊടുക്കേണ്ടടുത്ത് കൊടുത്താൽ മാത്രം മതി. നിയമമൊക്കെ നമുക്കും അറിയാന്ന് പറഞ്ഞു കൊടുക്ക് ചന്ദ്രികെ. എന്താ പിന്നെ ആ നിയമത്തിന്റെ വഴിക്കങ്ങ് പോയാ പോരെ? എന്റെ വീട്ടിൽ വന്ന് പ്രസംഗിക്കേണ്ട കാര്യം എന്താ? കേൾക്കാൻ ബാധ്യതയുള്ള ആളുകള് ഇവിടെ ഉള്ളതുകൊണ്ടാ. 1 മനീഷ്, 2 സുമിത്രേച്ചി. എന്തൊരു ദുരിതം മനീഷ ഇത്. ഇവര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിക്ക് പലതും മനസ്സിലാവുന്നില്ല, അത് തന്നെയാ പ്രശ്നം. ഞാൻ ചിലത് പറഞ്ഞു തരാം. ഈ നിൽക്കുന്ന മനീഷ് ആരാണെന്ന് ചേച്ചിക്ക് പരിചയപ്പെടുത്തേണ്ടല്ലോ. ലൈലയെ അറിയാം. ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നും അറിയാതിരിക്കില്ല. എന്റെ അറിവോടെ ഉണ്ടായ ബന്ധമല്ല ഇത്. പക്ഷെ മോന് നല്ല അറിവുണ്ടായിരുന്നു അല്ലേ മനീഷേ? അമ്മയെ പോലെ മുഖം തിരിച്ചിട്ട് ഒരു കാര്യമില്ല മനീഷേ. സുമിത്രേച്ചിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. പക്ഷെ മനീഷിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട്. തന്നെയല്ല, കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോ മനീഷിന് ഈ ഒഴിഞ്ഞുമാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവ നിങ്ങളുടെ വീട്ടിൽ വന്നെന്നോ? എപ്പോ? ശനിയാഴ്ച അല്ലായിരുന്നു മോനെ? അപ്പോ അത് ചേച്ചി അറിയാതെ ആയിരുന്നോ? മനീഷ് ഞങ്ങളുടെ വീട്ടിൽ വന്നെന്ന് മാത്രമല്ല, ലൈലയ്ക്കൊരു ചുരിദാറും കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് വന്നിട്ട് സന്ധ്യ കഴിഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അന്നവിടെ തങ്ങണമെന്നുണ്ടായിരുന്നു മനീഷിന്. ഞങ്ങള് സമ്മതിക്കാഞ്ഞിട്ടാ. നേരാണോടാ? നേരാണോ ഇവര് പറയുന്നതെന്ന്? ആ, ആയിരിക്കും. ആയിരിക്കുന്നോ? അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? നേരല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതിന്റെ അർത്ഥം ആർക്കാണ് അറിയാത്തത്? പിന്നെ ഇവൻ അങ്ങോട്ട് വന്നെങ്കി നിങ്ങൾ വീട്ടിൽ കയറ്റിയത് എന്തിനാ? ഇറങ്ങിപ്പോവാൻ പറയാറുന്നില്ലേ? പറയാൻ ഒരു മടിയില്ല എനിക്ക്, പറയുകയും ചെയ്യും. പക്ഷെ ഞാൻ വിലക്കിയാലും മനീഷിന് ഞങ്ങളുടെ വീട്ടിൽ വരാനൊരു അവകാശമുണ്ട്. ലൈലയുടെ വയറ്റി വളരുന്ന കുഞ്ഞ്, മനീഷിന്റെ കുഞ്ഞ്. ആ വിവരം സുമിത്രേച്ചി മറന്നാലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കാരണം വയറ്റിൽ വിശേഷമായി നിൽക്കുന്നത് ഞങ്ങളുടെ മോളാ. 2 പെമ്പിള്ളാരുടെ അമ്മയായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും. ഇനി ചേച്ചി വന്നില്ലെങ്കിലും നിങ്ങളുടെ മോൻ ലൈലയെ കാണാൻ വരും. കാരണം മനീഷിന് നല്ല ഉറപ്പുണ്ട് അവളുടെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞ് ഇവന്റേതാണെന്ന്. അങ്ങനെയല്ലേ മനീഷേ? ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഉറപ്പിക്കാനാണോ ഭാര്യയും ഭർത്താവും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് ഞങ്ങളായിട്ട് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ലൈലയെ വയനാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുമെന്ന് മുമ്പൊരിക്കൽ ചന്ദ്രിക വെല്ലുവിളിച്ചു. പ്രസവം കഴിയുമ്പോ കൊച്ചിനെയും കൊണ്ട് ഈ നാട്ടിൽ തന്നെ വന്ന് ഇവനോട് പ്രതികാരം ചെയ്യും പോലും. എന്നാ അങ്ങനെ അങ്ങ് ചെയ്യ്. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ലൈല ഇല്ലാത്ത സമയം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് മനീഷിനെ കൊണ്ട് മുങ്ങാനുള്ള പ്ലാനല്ലേ? അത് നടക്കില്ല ചേച്ചി. ഞങ്ങൾ എങ്ങോട്ട് ഒളിച്ചോടില്ല, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ തീരുമാനം പറ ചന്ദ്രികെ. ലൈല ഈ നാട്ടിൽ തന്നെ പ്രസവിക്കും. നാട്ടുകാരുടെ മുമ്പിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ മനീഷ് തന്നെയായിരിക്കും. കുഞ്ഞിന്റെ അച്ഛൻ മാത്രമല്ല, ലൈലയുടെ ഭർത്താവും മനീഷായിരിക്കും.
നിയമപരമായി കല്യാണം കഴിക്കാതെയാ മനീഷ് ഞങ്ങളുടെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഞങ്ങൾ ആവുന്നതും പറഞ്ഞതാ ഒരു മിന്നിട്ട് നടത്താൻ. നാട്ടുനടപ്പനുസരിച്ച് അതിനാവശ്യമായ പൈസയും ഞാൻ കൊണ്ടുവന്നു. നിങ്ങൾ പുച്ഛിച്ച് തള്ളി. ലൈല ഗർഭിണിയാണെന്ന് ചന്ദ്രിക പറഞ്ഞപ്പോ ഇവരുടെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിച്ചല്ലേ? അത് വെള്ളത്തിൽ വരച്ച വരപോലെയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ചേച്ചി ഇനി കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഒരു ചടങ്ങിന്റെ കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ലൈലയുടെ കല്യാണം ഞാനും സോമേട്ടനും മുൻകൈ എടുത്ത് കൊച്ചിന്റെ കല്യാണം നടത്താൻ പോവാ. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മനീഷ് ലൈലയുടെ കഴുത്തിൽ താലി കെട്ടും. കല്യാണത്തിന്റെ മുഹൂർത്തം കുറിച്ചിട്ടില്ല. ഉടനെ അതിനുള്ള ആളിനെ കാണണം. അതെ, നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാനേ ഇവന്റെ അമ്മയാ. ഈ അമ്മ ഇത്രയും നാൾ എന്തെടുക്കുമായിരുന്നു? അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. ചേച്ചിക്ക് വേണമെങ്കിൽ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാം. ഇനി നിന്നില്ലെങ്കിലും മനീഷ് വരും. ലൈലയുമായുള്ള കല്യാണവും നടക്കും. എന്റെ അനുവാദം ഇല്ലാതെ ഒരു ലൈലയുടെ കഴുത്തിലും മനീഷ് താലി കെട്ടില്ല. അത് ചേച്ചിയുടെ വിശ്വാസം. പിള്ളേരുടെ കല്യാണം കഴിഞ്ഞാലും ഈ വിശ്വാസം കൊണ്ടിരിക്കല്ലേ. കേൾക്കുന്നവര് കളിയാക്കി ചിരിക്കും. അപ്പൊ മനീഷേ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കല്യാണം നടത്തുന്നു. അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഇവിടുത്തെ കാര്യം എങ്ങനെയെന്ന് നിങ്ങൾ അമ്മയും മോനും കൂടെ ആലോചിച്ച് ചെയ്യേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സുമിത്രേച്ചി. ചേട്ടാ വാ, നമുക്ക് പോവാം. എടാ, എന്തൊക്കെയാടാ അവര് പറഞ്ഞിട്ട് പോയത്? അവര് അമ്മയും കേട്ടതല്ലേ? ഞാൻ അറിയാതെ നീ എന്തിനാ പിന്നെ ലൈലയുടെ വീട്ടിൽ പോയത്? അവിടെ നിൽക്കാൻ. മനീഷേ, നിന്നോട് പറഞ്ഞ നിൽക്കാൻ. അവക്ക് ചുരിദാർ സമ്മാനം മേടിച്ചു കൊടുക്കാൻ നിന്റെ പൈസ ഉണ്ട്. അത് കടം വാങ്ങിയതാ. നിനക്ക് ഇത്രയും പൈസ എവിടുന്ന് കിട്ടുന്നു? പറഞ്ഞിട്ട് പോടാ. ഒന്ന് മാറി നിൽക്ക്. എടാ, താമസിച്ച വീട്ടിലേക്കുള്ള വഴി പോലെ തന്നെയാ ഈ റൂട്ടും. വീടിന്റെ അന്തരീക്ഷവും സെയിമാ. ഗായത്രിയെ പറ്റി ഗോപിയോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കൂടുതൽ സംസാരിക്കാൻ താല്പര്യം കാണിച്ചിട്ട് വേണ്ടേ? നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇവര് സ്ഥലം വിട്ട് പോയിട്ടുണ്ടാവോ? അങ്ങനെ തോന്നുന്നില്ല. കുട്ടിയും ഒരു വല്യമ്മയും കൂടെയുള്ളതല്ലേ. ആ കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? കാർത്തിയായനി. കാർത്തിയായനി. ഒരു കലാകാരനോ കവിയോ സെലക്ട് ചെയ്ത പേര് പോലെയുണ്ട്. ഇനി ഒരുപാട് ദൂരമുണ്ടോ? അടുത്തെത്തി. ഇതാണ് വീട്. വാ.
ഓർക്കുന്നുണ്ടോ കാർത്തിയായനി? ആരെ മോളെ വന്നത്?